ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 4 ഫിനാലെ ഇന്നലെ കഴിഞ്ഞു. ദിൽഷ വിന്നറായി. ഞാൻ ഇന്ന് ഒരു ചെറിയ സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോള്. അതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ദിൽഷ വിന്നറായത് ഡോക്ടർ റോബിൻ്റെ ഫാൻസ് കാരണമാണോ എന്നുള്ളത് ചോദിച്ചിട്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, 1 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റാണ്. 1000-ലധികം ആളുകൾ അതിൽ പോള് ചെയ്തിട്ടുണ്ട്. 93% ആളുകളും പറയുന്നത് ദിൽഷ വിന്നറായത് റോബിൻ ഫാൻസ് കാരണമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 100 ദിവസം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കളിച്ച് വിന്നറായി വന്ന ദിൽഷ ആരായി? അത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. റോബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഏകദേശം 70ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഔട്ടായി പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ എയർപോർട്ടിൽ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഏതൊരു സൂപ്പർ സ്റ്റാർ വരുന്നതും പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആരാധകർ എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നു. സോറി, തൊണ്ടയിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഡോക്ടർ രജിത് കുമാർ ഇതേപോലെ ഒരു ചെറിയ പ്രശ്നം കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ, അതും കൊറോണ കത്തി നിൽക്കുന്ന സമയമായിട്ട് പോലും എയർപോർട്ടിൽ ഇതിൽ കൂടുതൽ എന്ന് പറയുന്നില്ല, ഇങ്ങനെ ആളുകൾ കൂട്ടം കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു. ആ ഫാൻസൊക്കെ ഇപ്പോൾ എവിടെ പോയി? ആ ഫാൻസൊക്കെ ഇപ്പോൾ പുതിയ സീസണുകൾ വന്നു, അതിൽ ഓരോ കണ്ടസ്റ്റൻ്റ് ഇതേപോലെ ഉയർന്നു വന്നു, അവരുടെയൊക്കെ ഫാൻസായി മാറി. ഇപ്പോൾ ഡോക്ടർ റോബിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ആർമി പവർ ഉള്ളത്. അതുകൊണ്ടാണല്ലോ റോബിൻ ഫിനാലയുടെ തലേ ദിവസം ബ്ലെസ്ലിയുടെ സഹോദരൻ ഇട്ടുകൊടുത്ത ഒരു സഹോദരൻ തന്നെ പറയുന്ന പോലെ, അതായത് ബ്ലെസ്ലിയുടെ സഹോദരൻ തന്നെ പറയുന്നത് പോലെ, പുള്ളി ഇട്ടുകൊടുത്തൊരു നൂലിൽ റിയാക്റ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോകളാണ്. ഡോക്ടർ റോബിൻ്റെ ആയാലും ബ്ലെസ്ലിയുടെ ബ്രദറിൻ്റെ ആയാലും ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം അതല്ല. 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കളിച്ച് ജയിച്ച ദിൽഷ എന്ന മത്സരാർത്ഥിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പ്രചാരണം, അല്ലെങ്കിൽ റീലുകൾ, ഷോർട്ട് വീഡിയോകളിലൊക്കെ റോബിൻ ഉള്ളത് കൊണ്ട് ദിൽഷ ജയിച്ചു എന്നുള്ള ഒരു രീതിയിലുള്ള വീഡിയോകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും വിന്നറായിട്ടുള്ള ദിൽഷയ്ക്ക് അതൊരു നെഗറ്റീവ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. നിങ്ങൾ ദിൽഷയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, തീർച്ചയായിട്ടും അത് ദിൽഷ എന്ന് പറയുന്ന വിന്നറിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. ദിൽഷ ജയിച്ചു എന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല. ദിൽഷ തന്നെ വേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഹൗസിൻ്റെ ഹീറോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ റോബിൻ എന്നുള്ളത്. ഹീറോ റോബിൻ തന്നെ ആയിക്കോട്ടെ, പക്ഷേ വിന്നർ അത് ദിൽഷയാണ് എന്നുള്ളത് റോബിൻ ഫാൻസ്, റോബിൻ ആർമി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ദിൽഷയുടെ വിജയത്തെ കുറച്ച് കാണാതെ വീഡിയോകൾ മാക്സിമം നിങ്ങൾ വീഡിയോകൾ ഇട്ടോ, പക്ഷേ ദിൽഷ എന്ന വിന്നറുടെ ആ ഒരു വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.